ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സഞ്ജൂസ് വേൾഡ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഇന്ന് നമ്മൾ ഒരു പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും ബ്രെഡും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഏകദേശം വലിയൊരു ഉരുളക്കിഴങ്ങ് അതൊന്ന് കുക്കറിലിട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്നാക്സ് വളരെ ഈസി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കുന്നതാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ ഇതൊരു പാത്രത്തിലിട്ടിട്ട് പുഴുങ്ങാൻ വേണ്ടി വെക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പുഴുങ്ങി കിട്ടും. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി അതൊന്ന് ചെറുമാതിരിയായിട്ട് മുറിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് അതും ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഏകദേശം ഒരു സ്പൂൺ അളവോളം ഇഞ്ചി അതൊന്ന് ചതച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയോ മല്ലിയിലയോ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നല്ലൊരു ടേസ്റ്റിനും ആ ഒരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് പൊടികളൊക്കെ നോക്കാം. ഒരു 1/4 സ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയ സമയത്ത് അതിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. 1/4 സ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. കാശ്മീരി മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ സ്നാക്സിന് നല്ലൊരു കളറ് കിട്ടും. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കുക കേട്ടോ, ഓപ്ഷനിലാണ്. ഒരു 1/4 സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/4 സ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്. ഇതൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ സ്നാക്സിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 2 ബ്രെഡാണ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 കഷ്ണം ബ്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിക്കാം. മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇടണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇതുപോലെ ചെയ്താലും മതി. വെറുതെ ഒരുപാട് അങ്ങനെ ടൈം എടുത്തിട്ട് ചെയ്യേണ്ടതൊന്നുമില്ല. കൈകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുമായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം. പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് ആദ്യമേ നിങ്ങൾക്ക് അത് ഉടച്ചിട്ടാണല്ലോ കാണിച്ചത്, അതുപോലെയും ചെയ്യണമെന്നില്ല. ഈ ചേരുവകളൊക്കെ ഒരുമിച്ചിട്ടിട്ട് ഈ ബ്രെഡിൻ്റെ കൂടെ തന്നെ ഉരുളക്കിഴങ്ങ് കൂടി കൈകൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ. ആ ഒരു ഉള്ളിയുടെയും മല്ലിയിലയുടെയും ഒക്കെ ടേസ്റ്റ് നമ്മുടെ ഈ സ്നാക്സിന് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുഴക്കുന്നത്. ഇനി കയ്യിലൊരല്പം എണ്ണയോ വെള്ളമോ എന്തെങ്കിലും ഒന്ന് തടകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലാക്കിയെടുക്കുക. റൗണ്ടായിട്ടോ അല്ലെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോ ഏതാണോ നിങ്ങൾക്ക് എളുപ്പത്തിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതുപോലെ കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇതുപോലെ ഷേപ്പാക്കി വെക്കുക. അത് ആദ്യമേ ഒരു പാത്രത്തിലെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എണ്ണയിലേക്ക് എടുത്തിടാൻ എളുപ്പമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എണ്ണ ചൂടായ പാടെ ഇതിൽ നിന്ന് ഒരല്പമായിട്ട് എടുത്ത് ഷേപ്പ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടാലും മതി കേട്ടോ. ഇതിപ്പോൾ എണ്ണ ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് ചൂടാക്കിയിട്ടുള്ളത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ നിങ്ങളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വെള്ളം തീരെ ചേർക്കാതെയാണ് ഇതിൻ്റെ മാവ് കുഴച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇട്ട പാടെ ഇളക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ വറുത്ത് കോരാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ സ്നാക്സ് തീരെ തന്നെ എണ്ണ കുടിക്കുന്നില്ല, പക്ഷേ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. നമ്മളിതിലേക്ക് ബ്രെഡ് കൂട്ടിയതാണല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് തന്നെ വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.